ലിംഫെഡിമയ്ക്ക് ബ്രോഡ്ലി പറഞ്ഞാൽ 2 കാറ്റഗറിയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മെഡിസിനിൽ ഇതിൽ അധികം ഒരു റോളില്ല എക്സെപ്റ്റ് ഫൈലേരിയാസിസ്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പാരസൈറ്റിക് ഇൻഫെക്ഷൻ മന്ത്. അപ്പോൾ അതിൽ മാത്രം DEC എന്ന് പറഞ്ഞൊരു മരുന്നിൻ്റെ റോളുണ്ട്. അത് പക്ഷേ ജസ്റ്റ് ആ പാരസൈറ്റിനെ കൊല്ലാൻ മാത്രമേ ഉള്ളൂ. ലിംഫെഡീമയുടെ സിംറ്റംസ് അത് ട്രീറ്റ് ചെയ്യത്തില്ല. ലിംഫെഡീമയുടെ സിംറ്റംസ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ 2 ടൈപ്പാണ്. ഒന്ന് കൺസർവേറ്റീവും പിന്നെ രണ്ടാമത് സർജിക്കലും. സോ കൺസർവേറ്റീവ് എന്ന് ആദ്യം പറയുമ്പോൾ അതിൻ്റെ ഫുൾ പേരാണ് കംപ്ലീറ്റ് ഡീകൺജസ്റ്റീവ് തെറപ്പി, CDT. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡീകൺജസ്റ്റീവ് തെറപ്പിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വെൽ ട്രെയിൻഡ് ലിംഫെഡീമ തെറപ്പിസ്റ്റിൻ്റെ അത്യാവശ്യമാണ്. സോ ഒരു വെൽ ട്രെയിൻഡ് ഫിസിയോതെറപ്പിസ്റ്റ്, ലിംഫെഡീമ ഫിസിയോതെറപ്പിസ്റ്റ് നമ്മുടെ ഈ കയ്യിലാണെങ്കിൽ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് മസാജ് ചെയ്തിട്ട് ഈ നീര് നമ്മുടെ ലിംഫ് നോഡ്സിലേക്ക് സ്ലോ ആയിട്ട് പുഷ് ചെയ്യും. ആൻഡ് ലിംഫ് നോഡ്സ് മസാജ് ചെയ്യും. ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട് അതിൽ. ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ബാൻഡേജിങ് ചെയ്യും. ആ ബാൻഡേജിങ് ഈ ഒരു സ്റ്റെപ്പ് ഒരു കണ്ടിന്യൂസ്ലി ഒരു 7 to 10 days വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് അപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ യൂഷ്വലി കാണാറുള്ളത്. ആ ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻറ്റിൽ നമ്മളൊരു സ്റ്റോക്കിങ്സ് കൊടുക്കുക, അതായത് കസ്റ്റം മെയ്ഡ്. ആ പേഷ്യൻറ്റിൻ്റെ അളവെടുത്ത് ആ പേഷ്യൻറ്റിനുള്ള മാത്രം ഒരു കസ്റ്റം മെയ്ഡായ സ്റ്റോക്കിങ്സ് കൊടുത്താൽ അത് ഒത്തിരി നാൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് കംപ്ലീറ്റ് ഡീകൺജസ്റ്റീവ് തെറപ്പി. ഈ തെറപ്പിയും നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റ് ബൈസ്റ്റാൻഡേഴ്സിനെയും പഠിപ്പിച്ചു കൊടുക്കും. അവർക്കത് വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത് വരുന്നതാണ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. സർജിക്കൽ പ്രൊസീജിയേഴ്സും മെനി ഓപ്ഷൻസ് ആർ ദർ. സോ അതിൽ ഒരു ഓപ്ഷനാണ് വാസ്കുലറൈസ്ഡ് ലിംഫ് നോഡ് ട്രാൻസ്ഫർ. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്തിൻ്റെ ലിംഫ് നോഡ്സ് അതിൻ്റെ രക്തോട്ടം കൂടെ ഒരു ഫ്ലാപ്പ് എടുത്തിട്ട് എവിടെയാണോ നമുക്ക് ലിംഫെഡീമിയ ഉള്ളത് അങ്ങോട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ഹോപ്പിംഗ് ദാറ്റ് ആ ലിംഫ് നോഡ്സ് കാരണം അറ്റ്ലീസ്റ്റ് സം ഡ്രെയിനേജ് വിൽ ഹാപ്പൻ. ഇത് യൂഷ്വലി നമ്മൾ ഇതൊരു മേജർ സർജറിയാണ്. സോ അത് യൂഷ്വലി വി റിസർവ് ഇറ്റ് ഫോർ പ്രൈമറി, അതായത് കഞ്ചനൈറ്റൽ. നമ്മൾ ജന്മനാ വരുന്ന കേസസിനാണ് യൂഷ്വലി നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ അത്തരം പേഷ്യൻസിന് വേറൊരു ഓപ്ഷൻ ഇല്ല, ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്.